വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലാബ്സിൻ്റെ സെക്കൻഡ് പാർട്ടായ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന LED BI ക്യാര എന്നുള്ള എക്സ്പെരിമെൻ്റാണ്. അതിനായിട്ട് ഒരു LED മോഡ്യൂൾ നമ്മൾ എടുത്തേക്കുകയാണ്. ഒരു ബെഞ്ച് മാർക്കിൻ്റെ LED മോഡ്യൂൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് റെസിസ്റ്റർ R1 കാണാൻ കഴിയുന്നുണ്ട്, പൊട്ടൻഷ്യോമീറ്റർ കാണാൻ കഴിയുന്നുണ്ട്, ഒരു LEDയുടെ ഒരു സിമ്പൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ബയാസ് വോൾട്ടേജും കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇപ്പോൾ ഈ LED ഇൻബിൽറ്റ് ആയിട്ടുള്ള LEDക്ക് ഡാമേജ് ഉണ്ടായത് കാരണമാണ് ഞാൻ ഔട്ട് സൈഡിൽ ഒരു LED പ്ലേസ് ചെയ്തേക്കുന്നത്. സോ റെസിസ്റ്റൻസ് R1 ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ട്. അപ്പം ഈ ഇത്രയും ചേർന്നിട്ടാണ് നമുക്കൊരു LED മോഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ ആ ഫസ്റ്റ് കാണുന്ന R1 റെസിസ്റ്ററിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്താൽ ആ സെയിം കറണ്ട് തന്നെയായിരിക്കും R2വിലൂടെയും LEDയിലൂടെയും പാസ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് മൂന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം സീരീസ് കണക്ഷൻ ആണെങ്കിൽ സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ലേസർ ഡയോഡിന് ലൈറ്റ് LEDക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് കാണുന്ന R1 റെസിസ്റ്ററിനെ എക്രോസ് ഒരു വോൾട്ട്മീറ്റർ ഇരിപ്പുണ്ട്. ആ വോൾട്ടേജും ആ റെസിസ്റ്റൻസ് വാല്യൂവും വെച്ചിട്ട് I മെഷർ ചെയ്താൽ I = V1/R1 എന്നുള്ളൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. അത് തന്നെയായിരിക്കും ലേസർ ഡയോഡിൽ കൂടിയുള്ള കറണ്ട്. അതിനു മുമ്പ് R1 റെസിസ്റ്ററിൻ്റെ വാല്യൂ അറിയാനായിട്ട് നമ്മളൊരു മൾട്ടിമീറ്റർ ആ റെസിസ്റ്റൻസ് എക്രോസ് കണക്ട് ചെയ്തിട്ട് ആ മൾട്ടിമീറ്ററിൻ്റെ നോബ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന റേഞ്ചിലിട്ടേക്കാണ്. ഇപ്പോൾ 200 ഓമിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് അവിടെ ഒരു റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കുന്നുണ്ട്. 178 ഓമാണ് ഇൻബിൽറ്റായിട്ട് അതിലിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണിക്കുന്നത്. ആക്ച്വലി അത് 180 ഓമിൻ്റെ ആയിരിക്കും. എന്നാൽ നമുക്ക് കിട്ടിയ 178 ഓം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അത് ബാക്കിയുള്ള മെഷർമെൻറ്റിന് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് V1 എന്നുള്ള വോൾട്ടേജ് മെഷർ ചെയ്യണം. സോ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് നമ്മൾ ഈ പറയുന്നത് പോലെ പോസിറ്റീവ് നെഗറ്റീവ് പ്രോബ് നോക്കി കണക്ട് ചെയ്യുക. അതുപോലെ LEDക്ക് അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പൊളാരിറ്റി നോക്കുക, LEDയുടെ ആനോഡിൽ തന്നെ ആയിരിക്കണം മീറ്ററിൻ്റെ പോസിറ്റീവ് വരാനായിട്ട്. ഇനി നമുക്ക് വോൾട്ടേജാണ് മെഷർ ചെയ്യേണ്ടത്. സോ DC വോൾട്ടേജാണ്. സോ നോബ് നമ്മൾ DC വോൾട്ട് എന്നുള്ള പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ 20 എന്നുള്ള റേഞ്ചിലാണ് മൾട്ടിമീറ്ററിൻ്റെ നോബ് സെലക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ LEDക്ക് അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിലും DC വോൾട്ടിലാണ്. ഇപ്പോൾ ഈ മീറ്ററിന് റൈറ്റ് സൈഡിലാണ് ആ ഒരു DC വോൾട്ടേജ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരെണ്ണം R1 അക്രോസും ഒരെണ്ണം LEDക്ക് അക്രോസുമാണ് നമ്മൾ മീറ്റർ പ്ലേസ് ചെയ്തേക്കുന്നത്. രണ്ടും DC 20 വോൾട്ടിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ പതുക്കെ പൊട്ടൻഷ്യോമീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നതാണ്. പതുക്കെ ക്ലോക്ക് വൈസ് പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് പൊസിഷൻ ഫുൾ ഇടാൻ പറയുന്നതിൻ്റെ കാരണം അവിടെയാണ് നമുക്ക് ഹൈ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ LED ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ടിനെ ലിമിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ ആ ഒരു ഫുള്ളി ആൻറ്റി ക്ലോക്ക് വൈസ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ പൊട്ടൻഷ്യോമീറ്റർ വേരി ചെയ്യുക. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 2 മീറ്ററിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. LEDക്ക് അക്രോസുള്ള വോൾട്ടേജ് കൂടുന്നതായിട്ട് കാണാം. ബട്ട് കുറേ നേരം R1 എന്നുള്ള റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് V1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായി നിൽക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പതുക്കെ നമ്മൾ റീഡിങ് വേരി ചെയ്യുമ്പോൾ ആദ്യം LED ഓഫ് പൊസിഷനിലായിരിക്കും. LEDക്ക് ഒരു കട്ടിൻ വോൾട്ടേജ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ കട്ടിൻ വോൾട്ടേജ് എത്തുന്നത് വരെ നമുക്ക് R1 അക്രോസുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഓരോ LEDക്കും ഓരോ കട്ടിൻ വോൾട്ടേജ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ റെഡ് LED ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.6നും 2നും ഇടയ്ക്കായിരിക്കും അതിൻ്റെ ഒരു കട്ടിൻ വോൾട്ടേജ് വരിക.
ഇത് കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം 1.6 എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് V1 അക്രോസുള്ള വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ടായതായിട്ട് കാണാൻ പറ്റുന്നത്. അതുവരെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് LED നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ V1ഉം VLEDയും വെച്ച് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ടാബുലർ കോളം ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് P1.17 നിൽക്കുന്നു. ആ സമയത്ത് നമുക്ക് LEDക്ക് അക്രോസുള്ള മൾട്ടിമീറ്ററിൽ 0 റീഡിംഗ് ആയിരുന്നു കാണിച്ചിരുന്നത്. ഇനി നമ്മൾ പതുക്കെ നോബ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ V1 അക്രോസുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റായി തന്നെ തുടരുകയാണ്. LEDക്ക് അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് 0.14 ആയിട്ട് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം. ഫസ്റ്റ് 0-ലായിരുന്നു നിന്നത്, പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ബട്ട് R1 അക്രോസ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ആ V1 വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായി തന്നെ തുടരും. അപ്പോൾ പതുക്കെ വേരി ചെയ്ത് നിങ്ങൾ ആ പൊസിഷൻസ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് റീഡിങ്സ് നോട്ട് ചെയ്യുക. കോൺസ്റ്റൻ്റായി നിൽക്കുന്ന വോൾട്ടേജ് കുറച്ചെടുക്കുക. V1 കോൺസ്റ്റൻ്റായി തുടരുന്നുണ്ട്. LED നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ക്ലോക്ക് വൈസ് പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഇനി എപ്പോഴാണ് V1 എന്നുള്ള വാല്യൂവിൻ്റെ കോൺസ്റ്റൻ്റ് വാല്യൂ മാറി ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ആ LEDയുടെ കട്ടിൻ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് LED കണ്ടക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ V1-ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളിപ്പോൾ ഈ നോബ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം മൾട്ടിമീറ്ററിലെ റീഡിങ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പം ഏകദേശം LEDക്ക് അക്രോസുള്ള വോൾട്ടേജ് 1.5 ആയിട്ടുണ്ട്. ആ സമയവും 0.17 തന്നെ തുടരുകയാണ് നമ്മുടെ V1 വോൾട്ടേജ്. നമുക്കറിയാം റെഡ് LED കട്ടിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.6 to 2 ആണ് ടിപ്പിക്കൽ ഒരു വോൾട്ടേജ്. എപ്പോഴാണോ ഈ യെല്ലോ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് 1.6 ഒക്കെ കാണാൻ പറ്റുന്നത് ആ സമയത്താണ് V1 അക്രോസ് ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു കട്ടിൻ വോൾട്ടേജാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന റെഡ് LEDക്ക് വന്നേക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു റെഡ് LED ഗ്ലോ ചെയ്യുന്നതുകൊണ്ട്, അതായത് അവിടെ കണ്ടക്ഷൻ നടന്നു കഴിഞ്ഞു. അതൊരു 1.6 വോൾട്ടിലാണ് 1.6 വോൾട്ടിലാണ്. ആ സമയത്തേക്കും V1-ലുള്ള വോൾട്ടേജിൽ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അതൊരു 0.19 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 1.6-ലാണ് നമ്മുടെ ആ ഒരു LED കണ്ടക്ട് ചെയ്തതിൻ്റെ കട്ടിൻ വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. ഇനിയും നമ്മൾ ഈ ഒരു പ്രോസസ്സ് വൺസ് ഈ LED കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ V1 അക്രോസുള്ള വോൾട്ടേജ് റാപ്പിഡായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാക്സിമം പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് ഒരു 10 റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. മാക്സിമം എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു LEDയുടെ വോൾട്ടേജും V1 എന്നുള്ള വോൾട്ടേജും മെഷർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ റീഡിങ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്യാര വരച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ആ ഒരു ചേഞ്ച്, നല്ല രീതിയിലുള്ള ചേഞ്ച് V1 അക്രോസിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 1 ഒക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് LEDക്ക് അക്രോസുള്ള വോൾട്ടേജ് ഓൾമോസ്റ്റ് ഒരു വലിയ വേരിയേഷൻ ഇല്ലാതെ, കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വേരിയേഷൻ ഇല്ലാതെ തുടരുന്നതും കാണാം. അതേസമയം V1-ൻ്റെ വോൾട്ടേജ് നമുക്ക് മാക്സിമം 8 വരെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഓരോ പോയിൻറ്റിലും വെച്ചിട്ട് കറക്റ്റായിട്ട് 2 വോൾട്ടിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ റീഡിങ് എടുക്കുകയാണ്. ഇപ്പോൾ 1.76 എത്തിയിട്ടുണ്ട്. അതുപോലെ 3-ൽ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്ത് എടുക്കുക. എന്നിട്ട് വേണം ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായി. ഓക്കെ, ഇപ്പോൾ ഒരു 4 വോൾട്ടേജ് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് 1.81 ഒക്കെയാണ് ആ സമയത്തുള്ള LEDയുടെ വോൾട്ടേജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ V1 മെഷർ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. V1 മെഷർ ചെയ്തിട്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആ റെസിസ്റ്റൻസ് R1 വെച്ചിട്ട്
ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് കിട്ടും. ആ കറണ്ട് തന്നെയാണ് LED കൂടെയും പാസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് സീരീസ് കണക്ഷൻ. എന്നിട്ട് VLEDയും ILEDയും വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു 6 വോൾട്ടിലൊക്കെ സെറ്റ് ചെയ്തു. 6, 7 അങ്ങനെ റീഡിങ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള റീഡിങ് പതുക്കെ വേരി ചെയ്ത് കൂടുതൽ സെറ്റ് ഓഫ് റീഡിങ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഗ്രാഫ് എന്തായാലും കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്ലോട്ട് ചെയ്യാനുള്ള വാല്യൂസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്ത് എടുക്കുക. ഓക്കെ, ഇപ്പം മാക്സിമം 8 വോൾട്ട് വരെ പോയിട്ടുണ്ട് പൊട്ടൻഷ്യോമീറ്റർ. അത് കഴിഞ്ഞാൽ സ്റ്റോപ്പായിട്ടുണ്ട്. ഫുള്ളി ക്ലോക്ക് വൈസ് എത്തിക്കഴിഞ്ഞു. ആ ഒരു 8 വോൾട്ടിൽ നമുക്ക് 1.90 സംതിങ് കിട്ടി. റീഡിങ് എടുത്തതിന് ശേഷം പൊട്ടൻഷ്യോമീറ്റർ മിനിമം പൊസിഷനിലേക്ക് വയ്ക്കുക. പൊട്ടൻഷ്യോമീറ്റർ മിനിമം പൊസിഷൻ മീൻസ് അതിൻ്റെ മാക്സിമം റെസിസ്റ്റൻസ് എന്നാണ്. ആ ഒരു പൊസിഷന് വെച്ചതിന് ശേഷം നമ്മൾ പവർ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് കിട്ടിയ റീഡിങ് വെച്ചിട്ട് ഗ്രാഫ് എങ്ങനെയാണ് എടുത്തതെന്ന് നോക്കാം. റെസിസ്റ്റൻസ് വാല്യൂ R1 178 Ω നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. V1ഉം VLED നമ്മൾ മെഷർ ചെയ്തെടുത്തു. ഇനി ILED കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞു V1/R1 ചെയ്താൽ മതിയാകും. ഓരോ V1 വോൾട്ടേജിനെയും R1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആംപിയറിലുള്ളൊരു കറണ്ട് കിട്ടും. അതിനെ മില്ലി ആംസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കിട്ടിയ വാല്യൂ 0.17 ഞാൻ 178 Ω വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0.000955 ആണ്. അത് ആംപിയറാണ്. അതിനെ മില്ലി ആംസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 0.955 മില്ലി ആംസ് എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഫസ്റ്റ് റീഡിങ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് 0.17 കോൺസ്റ്റൻ്റായിട്ട് തുടരുന്ന അത്രയും സമയവും നമുക്ക് 0.955 മില്ലി ആംസ് ആണ് കറണ്ട് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന റീഡിങ്സിനനുസരിച്ചിട്ട് നമ്മൾ V1/R1 ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറണ്ട് ഇൻക്രീസായി പോകുന്നത് കാണാം. എവിടെ തൊട്ടാണ് നമ്മുടെ കറണ്ട് ഇൻക്രീസ് ചെയ്ത് 1.6 വോൾട്ട് LED അക്രോസ് എത്തിയതിന് ശേഷമാണ് നമ്മുടെ കറണ്ട് അവിടെ ഒരു കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ കറണ്ട് ചേഞ്ച് കൂടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയത്. ഇത് വെച്ചിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. VF എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ VLED എന്ന് മെഷർ കാണിക്കുകയാണെന്ന് വെച്ചാൽ ലേസർ ഡയോഡിന് അക്രോസുള്ള ആ ഒരു വോൾട്ടേജ് എന്നുള്ള രീതിയിൽ. അതുപോലെ Y ആക്സിസിൽ ഫോർവേഡ് കറണ്ട് IF എടുത്തിട്ടുണ്ട്. അത് മില്ലി ആംസിലാണ് എടുത്തേക്കുന്നത്. സോ സ്കെയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. ഞാനിവിടെ എക്സ് ആക്സിസിൽ ചൂസ് ചെയ്തേക്കുന്നത് 0.15 എന്നുള്ള രീതിയിലാണ്. അതുപോലെ Y ആക്സിസിൽ ഒരു ഡിവിഷൻ ഞാൻ 5 മില്ലി ആംസ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റീഡിങ് കറക്റ്റായിട്ട് ഗ്രാഫ് മാർക്ക് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഗ്രാഫ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ LED ക്യാരിയർ. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലേസർ ഡയോഡ് ക്യാരിയും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.